ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പവർ ബാങ്ക് ആയിട്ടാണ്. ഇനി നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ഒരാഴ്ചയല്ല, നമുക്ക് ഇനി കറണ്ട് തന്നെ ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ഒരു ഫോണും എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ ഫോണും അതേപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഉണ്ടാക്കിയ എമർജൻസി ലൈറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പവർ ബാങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആണ്, ഏത് കുട്ടിക്കും ഉണ്ടാക്കാം. സോൾഡറിംഗ് ഒന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇനി പ്രളയകാലത്ത് എന്തെങ്കിലും കറണ്ടിനും അതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ തന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഇത്. നിങ്ങൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഉണ്ടാക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ എമർജൻസി ലാമ്പിന്റെ വീഡിയോ കാണാത്തവര് എന്തായാലും പോയിട്ട് ആ വീഡിയോ കാണുക. ഇതിന്റെ എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഐക്കാർഡിലും ഞാൻ വീഡിയോ വെക്കുന്നുണ്ട്. എല്ലാവർക്കും അത് പോയി കാണാവുന്നതാണ്. അതേപോലെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാവുന്നതാണ് എല്ലാവർക്കും വീട്ടില്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ആ LED ബൾബുകൾ ഇനി കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് തന്നെ ഇല്ല. സാധാരണ നമുക്ക് വരുന്ന എമർജൻസി ലാമ്പ് പോലത്തെ പഴയ സ്ക്രാപ്പ് ഐറ്റംസിലെല്ലാം അതേപോലത്തെ LED നമുക്ക് കിട്ടും. ആ LED എല്ലാം തന്നെ നമുക്ക് 5 വോൾട്ടിന്റെ താഴെയാണ് വരുന്നത്. നമുക്ക് ആ LED വേണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ കൂടുതൽ പറഞ്ഞ് ഞാൻ ആകടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ എപ്പോഴത്തെയും പോലെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള കൂടുതൽ അറിവുകൾ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്തെത്തിക്കുക. എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നമുക്ക് വിശദമായിട്ട് അതെങ്ങനെയാണെന്ന് കാണാം. ചെറിയ വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ചെറുതാണ്, ചെറിയ പണിയുള്ളൂ, സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വട്ടം കൂടെ പറയാണ്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിനായിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പവർ ബാങ്ക് മോഡ്യൂളാണ്. ഇത് 95 രൂപയാണ് ഇവിടെ കടയിലേക്ക്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും 95 രൂപയ്ക്ക് കിട്ടും. ഇതിലും ചെറുത് കിട്ടാനുണ്ട്. ഇതേപോലെ ഈ പിന്ന്, ഈ ചാർജിങ് പിന്ന് നേരെ അടിയിൽ വന്നിട്ട് ഈ ഒരു ചെറിയ പീസായിട്ടും നമുക്ക് ഇതേപോലെ ഒരു ബോർഡ് കിട്ടണം. ഇതിന് ഈ ഒരു ബോർഡ് ആവശ്യമാണ് 100 രൂപേന്റെ. ഇതിനു വേണ്ടി മേടിച്ചേക്കുന്ന ഈ ഒരു ബോർഡും പിന്നെ നമുക്ക് ബാറ്ററികൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് AA ബാറ്ററി. AA ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ടിലും ക്ലോക്കിലൊക്കെ വരുന്ന സൈസ് ബാറ്ററിയാണ്. AA സീരീസിൽ വരുന്ന ബാറ്ററികൾ. ആ ബാറ്ററികൾ ഒരു 3 ഇടാൻ പറ്റുന്ന ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ ഒരു കേസും കൂടെയാണ് ഇതിനു വേണ്ടി മേടിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 2-3 റീചാർജബിൾ ബാറ്ററി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ ഫിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സും ഇതേപോലെ മേടിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ഇപ്പോൾ ഒരു 100, 120, 140 രൂപ, 140 രൂപയും. അതേപോലെ ഈ ബാറ്ററി എന്ന് പറയുന്ന ബാറ്ററി നമുക്ക് എത്ര വേണമെങ്കിലും mAh കൂട്ടണമെങ്കിലും അതിനനുസരിച്ച് ഇത് 1400 mAhന്റെ ബാറ്ററിയാണ്. ഇത് 2000 mAhന്റെ വരെ കിട്ടും. 2000 mAh എന്ന് വെച്ച് കഴിഞ്ഞാല് 2000 mAhന്റെ ആണെങ്കിൽ 3 ബാറ്ററി കൂടി കഴിഞ്ഞാൽ അത് 6000 mAhന്റെ ഒരു പവർ ബാങ്ക് ആയി. അതേപോലെ എത്ര പവറുള്ള വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം മേടിക്കാം. ഇത് ഇന്ന് നമ്മൾ ഈ ചെറുത് മേടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഇതേപോലത്തെ എമർജൻസി ലാമ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വെട്ടം കാണും, അത്യാവശ്യ ഘട്ടത്തിലെല്ലാം വെട്ടം കാണുകയും ചെയ്യാം. അതേപോലെ നമുക്ക് അത്യാവശ്യത്തിനുള്ള മൊബൈലുകളൊക്കെ ഉപയോഗിക്കാം. ഇതുപോലത്തെ ചെറിയ ചെറിയ മൊബൈലുകളാണ് നമ്മൾ എമർജൻസി കിറ്റുകളിൽ എപ്പോഴും കരുതി വെക്കേണ്ടത്. ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-6 തവണ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. റീചാർജ് ചെയ്യാൻ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ റീചാർജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. റീചാർജ് ചെയ്യാണ്ടും ഈ പവർ ബാങ്ക് എങ്ങനെ ഉപയോഗിക്കാന്നുള്ളത് ഞാൻ ഇതിന്റെ അവസാനം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ ഓക്കെ, നമുക്കത് ചെയ്തു നോക്കാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഓക്കെ, അതിൽ തന്നെ ഈ ബോക്സിലേക്ക് നമുക്ക് ഈ മോഡ്യൂൾ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനാണ് നമുക്ക് ഇതിലെ ബോക്സിലെ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് USB മാർക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ചാർജ് ചെയ്യേണ്ടതും ഇത് കറക്റ്റ് സ്ക്വയർ ബോക്സ് ആണെങ്കിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നില്ല. ഈ പിന്ന് നമുക്ക് അടുത്ത് കിട്ടും. അതേപോലെ ഞാൻ പറഞ്ഞ 95 രൂപേന്റെ ഓൺലൈനിൽ കിട്ടുന്ന ബോക്സ് ആണെങ്കിൽ ഇതിന്റെ അടിഭാഗത്ത് തന്നെയാണ് ചാർജിങ് പോർട്ടും വരിക. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഒരു ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഇതിനെക്കാട്ടിലും നല്ല രീതിയിൽ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ടെന്ന് മാത്രം. ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ സാധാരണ നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ ഉപയോഗിച്ച ഈ ഗം ഉപയോഗിച്ചാൽ മതി. ഇതിന്റെ അടിയിൽ ഒരു പേപ്പർ എങ്ങാനും വെച്ചിട്ട്
ഒട്ടിച്ച് വൃത്തിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സോൾഡറിങ് അയണിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ നമ്മൾ ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അത് പോയി കണ്ടിട്ട് അയൺ ഉണ്ടാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഈ ബാറ്ററി കേസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ വയറ് അവർ സോൾഡർ ചെയ്ത് തന്നിട്ടുണ്ടാവും. അത് ഈ മോഡ്യൂളും ആ കടയിൽ നിന്ന് തന്നെ മേടിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇതേപോലെ സോൾഡർ ചെയ്ത് തരും. ഇത്ര മാത്രമേ ഇതിലെ സോൾഡറിങ് ആവശ്യമുള്ളൂ. ഇതാണ്ടോ ഇതില് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ബാറ്ററി പോസിറ്റീവ്, അതേപോലെ ബാറ്ററി നെഗറ്റീവ് എന്ന് എഴുതിയേക്കുന്ന ഭാഗം. ബാറ്ററി പോസിറ്റീവിലേക്ക് നമ്മൾ ഇതിന്റെ നേരെ ചുമപ്പും ബാറ്ററി നെഗറ്റീവിലേക്ക് ഇതിന്റെ കറുപ്പും നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സോൾഡർ ചെയ്ത് ഇതാക്കുന്നു. അത്രേ ഇതിന്റെ പണിയുള്ളൂ. ഇനി ഇത് നമുക്ക് ബോക്സിലേക്ക് ഫിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാങ്കിന്റെ പണി ഇത്രേ വരുന്നുള്ളൂ. ഇതിൽ ഒട്ടിച്ചെടുക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ഗം ഉപയോഗിച്ചിട്ട് ഇതിന്റെ അടിയിൽ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് ഗം വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അല്ല ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ ആ രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്തതിനു ശേഷം ബാക്കി കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പവർ ബാങ്കിന്റെ ഏകദേശം ഒരു 80% പണി നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ബാറ്ററി നമുക്ക് ഇടണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീചാർജബിൾ ബാറ്ററിയാണ് നമ്മൾ ഇതിലിടുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പവർ ബാങ്കിന്റെ പരിപാടി. പവർ ബാങ്കിന്റെ പരിപാടി ഇതോടെ കഴിഞ്ഞു. അടക്കാനും തുറക്കാനും പറ്റുന്ന ബോക്സ് നമ്മൾ എന്തിനാ ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളത് നിങ്ങൾക്ക് ഇതിന്റെ മനസ്സിലാകുന്നതാണ്. ഇനി നമുക്കിത് ചാർജ് ചെയ്ത് നോക്കാം. ഇപ്പൊ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു മൊബൈലിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് ചാർജ് ആക്കി പോകാം. ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നത്. കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ചാർജ് കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ പഴയ എമർജൻസി ലാമ്പ് ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഭംഗിയായിട്ട് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി കൂടിയ ഒരു ഫോണിൽ, ഒരു ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് ചാർജ് ചെയ്ത് നോക്കാം. ഇത് ചാർജ് ആകുന്നുണ്ട്. നിങ്ങൾക്ക് ചാർജ് ആകുന്നതായിട്ട് കാണാം. അപ്പോൾ പവർ ബാങ്കിന്റെ വർക്ക് ഇത്ര തന്നെയുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് തരാനുള്ള ഒരു പ്രോ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ തുറക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അഥവാ നമുക്ക് കുറേ അധികം ദിവസം കറണ്ട് പോയിട്ട് നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിത് ഉപയോഗിക്കുന്ന രീതിയാണ് ഇതിന്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഈ ബാറ്ററി തന്നെ ചൂസ് ചെയ്തത്. അതായത് AA ടൈപ്പ്. അത് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലെല്ലാം ക്ലോക്കിലും മറ്റും ഉപയോഗിക്കുന്ന ബാറ്ററിയാണ് ഈ AA ടൈപ്പ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എമർജൻസി ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബാറ്ററി, AA ടൈപ്പ് ബാറ്ററി, ക്ലോക്കിലേക്ക് ഇടാൻ ഉപയോഗിക്കുന്ന ബാറ്ററി നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് ഒരു എമർജൻസി ഘട്ടത്തിൽ മൊബൈൽ റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഈ ലാമ്പ് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഈ രീതിയിൽ നമുക്ക് ആ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ലാമ്പ് ഇങ്ങനെ കത്തിച്ചെടുക്കാം. 2-3 ദിവസം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഇതേപോലെ ബാറ്ററി എത്രത്തോളം നാൾ കടയിൽ കിട്ടുമോ അത്രയും നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് വലിയ വാട്സപ്പിലൊക്കെ കളിക്കാൻ വേണ്ടി ഒരു മൊബൈൽ ചാർജ് ചെയ്യാനല്ല നമ്മൾ ഈ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു എമർജൻസി ആയിട്ടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതൊരു എമർജൻസി കിറ്റ് ഉൾപ്പെടുത്തി നമുക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമാണ് ഞാൻ ഈ ഒരു പവർ ബാങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ കറണ്ട് കുറേ ദിവസം ഇല്ലെങ്കിലും അടുത്ത കടയിൽ പോയിട്ട് ഇതേപോലത്തെ AA ടൈപ്പ് ബാറ്ററി നമുക്ക് അതിലിട്ട് നമ്മുടെ മൊബൈലും ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്ക് ചാർജ് ആവുന്നതായിട്ട് കാണുന്നുണ്ടെന്നു ചാർജ് ആകുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു വലിയ ഫോൺ നോക്കാം. വലുതിലും അതേപോലെ ചാർജ് ആകുന്നുണ്ട്. ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു നല്ല ഐഡിയ ആണ്. നിങ്ങൾക്ക് എമർജൻസി കിറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത എല്ലാവരും തന്നെ ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ട് പോകാന്ന് പറഞ്ഞ പോലെ ഇപ്പോഴാണെങ്കിൽ ഓർഡർ ചെയ്താൽ കിട്ടും.
ഈ ബോർഡും അതിന്റെ സാധനങ്ങളൊക്കെ. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും മറ്റും കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി വാങ്ങാം. അല്ലെങ്കിൽ അടുത്തുള്ള ഷോപ്പുകളിൽ ലോക്കലിൽ മേടിച്ചിട്ട് ഇതുപോലെ ഒരു എമർജൻസി ലാമ്പും ഇതുപോലെ ഒരു ബാങ്ക് തയ്യാറാക്കി വെക്കുക. അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറ്റിയിട്ട് നമുക്ക് കറണ്ടൊക്കെ കൂടുതൽ നാൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചെറിയ പവർ ബാങ്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാത്രി കാലങ്ങളിൽ ഇനിയിപ്പോ കുറച്ച് നാൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പവർ ബാങ്കിലൂടെ ഇങ്ങനെ ലൈറ്റ് കത്തിക്കാം, മൊബൈൽ ചാർജ് ചെയ്യാം. അങ്ങനെ പല ഉപകാരങ്ങളുണ്ട്. മൾട്ടി പർപ്പസ് ആണ്. പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഡബിൾ എ ബാറ്ററികൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതേപോലെ മറക്കരുത്, എല്ലാവരും ലൈക്ക് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ എല്ലാവരിലേക്കും അതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അടുത്ത വീഡിയോയിൽ അടുത്ത ഐഡിയയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.